എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വിശാഖപട്ടണത്തെ മൈതാനത്ത് ന്യൂസിലൻഡിനെതിരായ ആ 4ാം T20 പോരാട്ടം ഇത്രയേറെ വേദനാജനകമായ ഒരു അന്ത്യത്തിലേക്കാകും ചെന്നെത്തുകയെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. എന്നാൽ മത്സരം അവസാനിച്ച ഉടൻ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ആ ഹൃദയഭേദകമായ ദൃശ്യം ഭാരതത്തിലെ ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും കണ്ണ് നനയിച്ചു എന്നതാണ് സത്യം. ഒരു വശത്ത് ന്യൂസിലൻഡ് താരങ്ങൾ വിജയാഘോഷത്തിൽ മതിവറന്ന് പരസ്പരം കെട്ടിപ്പുണരുമ്പോൾ മറുവശത്ത് ഇന്ത്യയ്ക്കായി ജീവൻ പണയം വെച്ച് പോരാടിയ ആ വീരയോദ്ധാവ് ശിവം ദൂബെ മൈതാനമധ്യത്ത് തകർന്നിരുന്ന് കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരയുകയായിരുന്നു. ആ നിർഭാഗ്യകരമായ റണ്ണൌട്ടിന് ശേഷം ഒരു സെക്കൻഡ് നേരത്തെ അശ്രദ്ധയോ ബാക്കപ്പ് എടുക്കുന്നതിൽ വന്ന ചെറിയ പിഴവോ ആണ് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വപ്നം തകർത്തതെന്ന കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. കാലുകൾ മണ്ണിൽ ഉറച്ചുപോയതുപോലെ ഒരിഞ്ച് പോലും അനങ്ങാനാവാതെ കണ്ണുനീർ വാർത്ത് മരവിച്ചു നിൽക്കുകയായിരുന്നു ദൂബെ. എന്നാൽ യഥാർത്ഥ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് പിന്നീടാണ്. തോൽവിയുടെ കയ്പും ആത്മനിന്ദയും സഹിക്കാനാവാതെ ഗാലറിയിൽ പ്രത്യേക അതിഥിയായി കളി കാണാനെത്തിയ തന്റെ ഗുരുനാഥനും വഴികാട്ടിയുമായ സാക്ഷാൽ MS ധോണിയുടെ അടുത്തേക്ക് ദൂബെ ഭാരമേറിയ കാലടികളോടെ നടന്നു നീങ്ങി. ധോണിയുടെ ആ ശാന്തമായ കണ്ണുകൾ കണ്ടതും ദൂബെയുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ലോകം എന്ത് കരുതുമെന്ന് നോക്കാതെ തന്റെ ആരാധ്യപുരുഷനും ലോകം കണ്ട എക്കാലത്തെയും മികച്ച നായകനുമായ ആ തലയുടെ കാൽക്കൽ വീണു വണങ്ങാൻ ദൂബെ തലകുനിച്ചു. പക്ഷേ 15 പന്തിൽ ദൂബെ നടത്തിയ ആ പ്രളയതുല്യമായ വെടിക്കെട്ടു ബാറ്റിംഗ് നേരിട്ട് കണ്ട ധോണി തന്റെ പ്രിയ ശിഷ്യനെ കാൽക്കൽ വീഴാൻ അനുവദിച്ചില്ല. പകരം അദ്ദേഹം ഓടിയെത്തി ദൂബെയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർത്തു പിടിച്ചു. അപ്പോൾ ഒരു പിതാവിന്റെ തോളിലെന്ന പോലെ ദൂബെ പൊട്ടിക്കരഞ്ഞു. സ്റ്റേഡിയം ഒന്നാകെ ശ്വാസമടക്കി പിടിച്ചു നിന്ന ആ നിമിഷം ധോണി ദൂബെയുടെ ചെവിയിൽ പറഞ്ഞ ആ രഹസ്യവാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്നത്. ദൂബെയുടെ കണ്ണുവീർ തുടച്ചുകൊണ്ട് ധോണി പറഞ്ഞതിങ്ങനെയായിരുന്നു: എഴുന്നേൽക്കൂ ശിവം, തലയുയർത്തി ഈ ലോകത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കൂ. മൈതാനത്ത് അവസാന ശ്വാസം വരെ പൊരുതുന്ന യോദ്ധാവിന് തോൽവിയിൽ കരയേണ്ട കാര്യമില്ല, മറിച്ച് അഭിമാനിക്കുകയാണ് വേണ്ടത്. നീ ഒരു കുറ്റവാളിയല്ല, പോരാളിയാണ്. ആ റണ്ണൌട്ട് നിന്റെ സാങ്കേതിക പിഴവല്ല, അത് ഒഴിവാക്കാനാവാത്ത വിധിയായിരുന്നു. എന്നാൽ 23 പന്തിൽ നീ അടിച്ചുകൂട്ടിയ 65 റൺസ് ന്യൂസിലൻഡ് ടീമിന്റെ ഉള്ളിൽ വലിയൊരു ഭയം വിതച്ചിട്ടുണ്ട്. അടുത്ത 7 ജന്മത്തേക്ക് അവർ അത് മറക്കില്ല. സ്കോർ ബോർഡ് എന്തു തന്നെ പറഞ്ഞാലും എന്റെ കണ്ണിൽ നീ തോറ്റിട്ടില്ല. ഏത് പ്രതിസന്ധിയിലും കളി തിരിക്കാൻ കെൽപ്പുള്ള ഒരു ഫിനിഷറെ ടീം ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് നീ തെളിയിച്ചു. അടുത്ത തവണ നീ ആ നീല ജേഴ്സി അണിഞ്ഞിറങ്ങുമ്പോഴും ഇതേ തീപ്പൊരിയും ആവേശവും നിന്റെ ഉള്ളിലുണ്ടാവണം. നിന്റെ കളി കണ്ട് എന്റെ നെഞ്ച് അഭിമാനം കൊണ്ട് വിങ്ങുകയാണ്. ധോണിയുടെ ഈ മാന്ത്രിക വാക്കുകൾ ദൂബെയ്ക്ക് നൽകിയത് പുതുജീവനായിരുന്നു. ആ വാക്കുകൾ കണ്ടതും ദൂബെയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ഓസ്ട്രേലിയൻ ഇതിഹാസം ആഡം ഗിൽക്രിസ്റ്റ് പോലും ദൂബെയെ അപകടകാരിയായ ബാറ്റ്സ്മാൻ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ ധോണി എന്ന മഹാനായ വഴികാട്ടി ഒരിക്കൽ കൂടി തെളിയിച്ചു: തോൽവിയുടെ പടുകുഴിയിൽ വീണവനെ കൈപിടിച്ചുയർത്താൻ തനിക്ക് മാത്രമേ സാധിക്കൂ എന്ന്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.